അടുത്തതായി ഈ വേദിയിൽ നടക്കുന്നത് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മികച്ച റിപ്പോർട്ടിങ്ങിനും ഉള്ള മാധ്യമ പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുള്ള വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള അവാർഡുകളാണ്. ഈ അവാർഡുകൾ ഉടൻ തന്നെ ഇവിടെ വിതരണം ചെയ്യുന്നതായിരിക്കും. ഈ അവാർഡിന് അർഹരായിട്ടുള്ളവർ അതിന് തയ്യാറായിരിക്കണമെന്ന് അറിയിക്കുന്നു. കലക്കൻ പൂരത്തിന് ഇടം നൽകിയിരിക്കുകയാണ്. അങ്ങനെ തൃശ്ശൂരിന്റെ ഒരു കലക്കൻ പൂരം സമാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കപ്പ്, കലോത്സവ കപ്പ് കണ്ണൂർ സ്വന്തമാക്കിയിരിക്കുന്നു. ഏറെ ആവേശകരമായ 5 ദിനങ്ങൾ. ആ 5 ദിനങ്ങൾക്കാണ് ഇപ്പോൾ പരിസമാപ്തിയായിരിക്കുന്നത്. സ്വർണ്ണക്കപ്പ് കണ്ണൂരിന് ലഭിച്ചിരിക്കുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സ്വർണ്ണക്കപ്പ് കണ്ണൂരിന് ലഭിച്ചു. മലയാളത്തിന്റെ മഹാനടൻ, പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ ആ സ്വർണ്ണക്കപ്പ് വിതരണം ചെയ്തു. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു. അതിൽ തന്നെ മോഹൻലാലും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞ ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് മത്സരമല്ല പ്രധാനം, ഇതിന്റെ പങ്കാളിത്തമാണ്, കലയാണ് പ്രധാനം എന്ന് പറയുന്നു. ഒപ്പം തന്നെ എടുത്തു പറഞ്ഞ കാര്യം, കാസർഗോഡ് സിയ ഫാത്തിമയ്ക്ക് ഓൺലൈനായി മത്സരിക്കാൻ അനുമതി നൽകിയ വിദ്യാഭ്യാസ മന്ത്രിയുടെ നടപടിയെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിനന്ദിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. കലോത്സവം എന്നുള്ളത് കൂട്ടായ്മയുടെ സാമൂഹ്യ പാഠമാണ് എന്ന് മോഹൻലാൽ പറഞ്ഞ ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ഒപ്പം തന്നെ കലാകാരനായതുകൊണ്ട് ഈ വേദിയോട് തനിക്ക് ഏറെ ആദരവുണ്ട് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കി. അങ്ങനെ ഒട്ടനവധി, കല എന്നാൽ എന്താണ് എന്നുള്ളത് കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു ഇടമാണ് എന്ന വളരെ പ്രസക്തമായ വാക്കുകൾ കഴിഞ്ഞു. ആ സമാപന ചടങ്ങുകൾ കഴിഞ്ഞു. ഇനി ട്രോഫിയും കൊണ്ടുള്ള കണ്ണൂർ ജില്ലയുടെ ഒരു വരവാണ് വരവ്. അതെ, തീർച്ചയായിട്ടും അത് ആ വരവ് എങ്ങനെയിരിക്കും? കണ്ടിട്ടുണ്ടോ എപ്പോഴേലും സംസ്ഥാന സ്കൂൾ കലോത്സവം? ഇല്ല. ജോസഫ് അല്ലേ? അതെ, ആകാംക്ഷയിലാണ്. അവിടുന്ന് ആ എൻട്രി തുടങ്ങിയോ എന്നുള്ളതാണ് അല്ലേ? അതെ. സാധാരണ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം കഴിഞ്ഞ് അതെ കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ. അതെ, ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് കാണാം. ഈ ആവേശത്തോടുകൂടി കണ്ണൂരിന്റെ കുട്ടികൾ ആർപ്പുവിളികളുമായി ആ കലോത്സവ സ്വർണ്ണക്കപ്പ് 117.5 പവന്റെ ആ കലോത്സവ അതെ ആരോ നമുക്ക് ഞങ്ങളുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാല് വള്ളപ്പാടുകൾക്ക് മുമ്പിലായി വള്ളംകളിയുടെ നാടാണ് സ്വാഭാവികമായിട്ടും. അപ്പോ നിങ്ങളുടെ നാട്ടുകാർക്ക് പറയാം, അറിയാം, വള്ളപ്പാടുകൾക്ക് മുമ്പിലാണ് മറ്റുള്ള സ്കൂളുകളൊക്കെ പിന്നിലാക്കിക്കൊണ്ട് കണ്ണൂർ ജില്ല കപ്പടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അഭിമാനം നമുക്ക് വാനോളം അതെ, തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ അഭിമാനമുള്ള രണ്ടുപേരും ഇവിടെ ഉണ്ട് എന്നുള്ള ഒന്ന് കണ്ണൂർക്കാരനായ ഞാനും മറ്റൊരു കണ്ണൂർക്കാരനായ ജോസഫും സംബന്ധിച്ച്. അതെ, ജോസഫ് എപ്പറാ? അതെ, കണ്ണൂർ സ്ക്വാഡാണ്. അതെ. എങ്ങനെയുണ്ട്? കഴിഞ്ഞ തവണ അനന്തപുരിയിൽ കലോത്സവത്തിന് വന്ന സമയത്ത് കണ്ണൂരിന്റെ കുട്ടികൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ കപ്പ് ഞങ്ങൾ താൽക്കാലികമായിട്ടൊന്ന് സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അത് ഞങ്ങൾ ഇന്ന് ഈ പ്രാവശ്യം എടുത്തുകൊണ്ട് വരും. ഇപ്രാവശ്യം എടുത്തുകൊണ്ട് വരും പറഞ്ഞു. അതെ, ജോസഫിനോട് എന്നോട് പറഞ്ഞു. അതുപോലെ തന്നെ ആ കുട്ടികൾ കണ്ണൂരിന് വേണ്ടി കപ്പടിച്ചിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അല്ല, ഭയങ്കര ഒരു ആവേശമാണ്. കാരണം എന്താ പറഞ്ഞാല്, പക്ഷേ ഒരു സത്യം ഞാൻ പറയാം, ഈ കണ്ണൂര് കലോത്സവ കപ്പടിച്ചെങ്കിൽ കൂടിയും ഇത്തവണത്തെ ഒരു ആതിഥേയത്വത്തിന്റെ കപ്പ് എന്ന് പറയുന്നത് തൃശ്ശൂർക്കാർക്കുള്ളതാണ്. അതെ, ഏറ്റവും മികച്ച സംഘാടനമായിരുന്നു. പ്രത്യേകിച്ച് ഉത്തരവാദിത്ത കലോത്സവമായിരുന്നു ഇന്ന്. അതായത് ഈ കഴിഞ്ഞ 5 ദിവസങ്ങളിൽ ഇവിടെ തൃശ്ശൂരിൽ ശക്തന്റെ മണ്ണിൽ നടന്നത് എന്നുള്ളതാണ്. വാശിയേറിയ പോരാട്ടങ്ങളുടെ 5 ദിനരാത്രങ്ങൾ, അത് ഉത്തരവാദിത്തോടെ എല്ലാവരും ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എടുത്തു പറയേണ്ടത്. കാരണം നമ്മൾ തിരുവനന്തപുരം കലോത്സവം നടക്കുമ്പോഴത്തേക്കിനെ കാലാവസ്ഥ ചില ദിവസങ്ങളിലൊക്കെ പ്രതികൂലമായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ വടക്കുന്നാഥന്റെ മണ്ണിൽ എല്ലാം കൊണ്ട് നമുക്ക് അനുകൂലമായിരുന്നു. സംഘാടക സമിതി കൊണ്ടെല്ലാം മികച്ച രീതിയിൽ ഒരു പൂരത്തിന്റെ പെരുമ വാനോളം ഉയർത്തിയാണ് നമ്മുടെ ഈ കലക്കൻ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇതിന്റെ ഈ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകതയാണ്. നമ്മൾ പലപ്പോഴായി ഇവിടെ വന്നിട്ടുള്ള ആളുകളാണ്. നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ള ആളുകളാണ്. പൂരം കളി, പുലിക്കളി ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. ഈ ഒരു തേക്കിൻകാട് മൈതാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ജനലക്ഷങ്ങൾ വന്നാൽ പോലും ഇവിടെ ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സാന്ദ്രതയേറിയ ഒരു പ്രദേശമാണ്. അങ്ങനെ പാറമക്കാവിന്റെ ഇപ്പുറത്തെ
വടക്കുന്നാഥിന്റെ അമ്പലത്തിൽ ആ കൊടിമാറ്റം പോലെ തന്നെയായിരുന്നു കഴിഞ്ഞ 5 ദിവസങ്ങളിൽ നമുക്കല്ലയോ വിജിത, നമുക്ക് ഓരോ വേദികളിലും അല്ലയോ ജോസഫേ, അല്ലയോ? പറയൂ, ഒരു പ്രേക്ഷകനുണ്ട്. അതെ, നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇത്രയധികം സൗകര്യമുള്ള കേരളത്തിലുള്ള വേറൊരു ജില്ല വേറെ ഇല്ലല്ലോ. ഇല്ല, നമുക്ക് റൗണ്ട് ഉണ്ട്, അമ്പലങ്ങളുണ്ട്, പള്ളിയുണ്ട്, പൂരുണ്ട്, എല്ലാം. അതുകൊണ്ടാണല്ലോ തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് സാംസ്കാരിക നാഗരികത്തിന്റെ നാടെന്ന് പറഞ്ഞ കേരളം. ഇതുപോലൊരു സൗകര്യം സാറിന്റെ വീട് എവിടെയാ? പാലക്കാടൊക്കെ ഇവിടെ നിന്ന് അടുത്താണല്ലോ. പക്ഷെ എന്നാലും നമ്മുടെ കേരളത്തിൽ ഇത്രയധികം സൗകര്യമുള്ള ഒരു ജില്ല തൃശ്ശൂർ ജില്ല അല്ല വേറൊരു ജില്ല ഇല്ല. അത് തന്നെയില്ല ലോകത്തില്. എന്തായാലും അതാണ് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞത്. കലോത്സവ കപ്പടിച്ചത് കണ്ണൂരാണെങ്കിലും ആതിഥേയത്വത്തിന്റെ കപ്പ് നിങ്ങൾ തൃശ്ശൂർക്കാർക്കുള്ളതാണ്, സ്നേഹത്തിന്റെ കപ്പ് നിങ്ങൾക്കുള്ളതാണ്. അങ്ങനെ കൊടുക്കരുത്. അവര് പണിയെടുത്തിട്ടേ കൊടുക്കാവോ? അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലാണ് ജോലി എടുത്തെന്ന് വന്നിട്ട് നമ്മൾ അത് എഴുതിട്ട് അല്ല. നിങ്ങൾ ആതിഥേയത്വത്തിന്റെ ജോലി എടുത്തു, അതിനുള്ള കപ്പ് നിങ്ങൾക്ക് കിട്ടി. കലോത്സവത്തിൽ മത്സരിച്ചതിന്റെ കപ്പ് തീർച്ചയായിട്ടും കൊണ്ടുപോയി എന്നുള്ളതാണ്. മികച്ച ഒരു പോരാട്ടമായിരുന്നു അല്ലെ? മികച്ച ഒരു മണ്ണിൽ നിന്ന് മുത്തപ്പന്റെ മണ്ണിലേക്കാണ് കപ്പ് അവർ തിരിച്ചെടുത്തു എന്ന് തന്നെ പറയാം. മുത്തപ്പന്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. മുത്തപ്പന്റെ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത് പറയുന്നത് ജോസഫിന് അറിയാം. കാരണം അവിടെ ജാതി മത വൈജാത്യങ്ങൾ ഒന്നുമില്ലാത്ത ഒരു രീതിയിലുള്ള ഒരു അല്ലെ, ആർക്കും എവിടെയും കയറി ഏറ്റവും പ്രാധാന്യം നൽകിയ ഒരു മുത്തപ്പന്റെ ഒരു ഇടമാണ് എന്നുള്ളതാണ്. എന്താ പറയാ? അതല്ല, ഇപ്പൊ ഈ കലോത്സവത്തിൽ വേറെ അട്ടിമറി ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ ഒരു അയ്യോ, അതെ, അങ്ങനെ ഒരു അതാണ് പറഞ്ഞേ, ഏറ്റവും ഉത്തരവാദിത്ത കലോത്സവം എന്ന രീതിയിലേക്ക് ഈ ഒരു കലോത്സവത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു സംഘാടനത്തിന്റെ ഒരു മികവായി നമുക്ക് കാണും. സംഘാടനത്തിന് മികവ് റിയാസ് നമുക്ക് എടുത്തു പറയുമ്പോൾ തന്നെ നമ്മൾ മറ്റു സംസ്ഥാന കലോത്സവങ്ങളിലൊക്കെ മത്സരം രാവോളം നീണ്ടുപോയി നമ്മളെയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നതോടൊപ്പം തന്നെ ഊട്ടുപുരയും സജീവൻ നമ്മൾ എടുത്ത് കൊണ്ടുവരെ ഊട്ടുപുര സജീവമായിരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും വന്ന് പാടാനും പറ്റിയിട്ടുണ്ട്. പടയിടത്തിന്റെ സ്വാദിഷ്ടമായ ഭക്ഷണത്തിനൊപ്പം നല്ല പാട്ടുകളും. അതാണ് ഇത്തവണത്തെ ഒരു നാർക്കോട്ടിക് സെൽ ASI ഉണ്ട്, സനീഷ് ബാബു എന്ന് പറയുന്ന ASI. അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ, നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം മനോഹരമായ രീതിയിൽ അദ്ദേഹം പാടുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ഊട്ടൂരയിൽ പോയി പാടിയിരുന്നു. തീർച്ചയായിട്ടും. അങ്ങനെ നമുക്ക് ഈ പ്രത്യേകിച്ച് ബാക്കി ഈ ആരോഗ്യവകുപ്പ് മറ്റുള്ള സർക്കാരിന്റെ എല്ലാ വകുപ്പും പ്രത്യേകിച്ച് നമ്മുടെ വിജിത വാർത്ത ചെയ്തിരുന്ന ഈ ഗ്രീൻ വോളണ്ടിയർമാരുടെ അവരെ അങ്ങനെ ഏതൊക്കെ തരത്തിൽ കുട്ടികളെ കൊണ്ട് പങ്കെടുപ്പിക്കാമോ അങ്ങനെ കുറ്റമറ്റ രീതിയിലാണ് തൃശ്ശൂരിലെ ഈ പൂരം, ഈ കലക്കൻ പൂരം നമ്മുടെ ഇവിടെ നിന്ന് ഏറ്റവും ഗംഭീരമായി നടന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ എല്ലാ വകുപ്പുകളും ഏകോപനത്തോടു കൂടി പ്രവർത്തിച്ചു, എല്ലാ സംഘടനകളും. അത് തന്നെയാണ് ഈ ഒരു സ്വാഗത അധ്യക്ഷ പ്രസംഗങ്ങളിൽ. ഇതിനടുത്തായിരുന്നു അവര് ഈ നാരങ്ങ വെള്ളം അത് 24 മണിക്കൂറും അവര് ദാഹിച്ചും ഇവിടെ ഇരുന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ വളണ്ടിയർമാരൊക്കെ ഇന്നലെ കപ്പ് വരുന്നു കലോത്സവ കപ്പുമായിട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. കലോത്സവ കപ്പുമായിട്ട് നീങ്ങുന്ന ഒരു ആരവത്തോടുകൂടി ആ കലോത്സവ കപ്പ് ഇങ്ങനെ പോകുകയാണ്. അവർ ഓരോ ഇടങ്ങളിലേക്ക് പോകുന്നു. ആ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. കലോത്സവ കപ്പിന് അവിടെ അവരിങ്ങനെ പ്രദക്ഷിണം വെക്കുകയാണ്. അവരിങ്ങനെ പ്രദക്ഷിണം വെച്ച് കണ്ണൂരിന്റെ മണ്ണ്, ആ കണ്ണൂരിലെ ആവേശം ഇങ്ങനെ പോയി അവരിങ്ങനെ പ്രദക്ഷിണം വെച്ച് വീണ്ടും ഇവിടേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ അവർ ഇങ്ങോട്ടേക്ക് കൂടി എത്തും. ഈ നമ്മുടെ സ്റ്റുഡിയോയിൽ ഉൾപ്പെടെ എത്തും. ഞാനിപ്പോ കാണുന്നുണ്ട് എന്റെ തലയുടെ മീതെ കണ്ണൂരിന്റെ കലോത്സവ കപ്പ് ആവേശത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് വളരെയധികം അഭിമാനം, ഒരു കണ്ണൂരുകാരൻ എന്ന രീതിയിൽ ഏറെ അഭിമാനകരമായ ഒരു കാഴ്ചയാണ് എന്നുള്ളതാണ്. ഇനി ഞങ്ങൾക്കും ഇത് അഭിമാനമാണ്. കാരണം ആർക്ക് കപ്പ് കിട്ടിയാലും നമുക്ക് സന്തോഷമാണ്. കേരളത്തിന്റെ സ്വന്തം ഇതൊന്നും അല്ലായിരുന്നു പറഞ്ഞിരുന്നത്. ഞാൻ വന്നപ്പോ ഒരു കാര്യം പറഞ്ഞിരുന്നു, കണ്ണൂരിന് കപ്പ് കിട്ടിയാൽ ഏറെ സന്തോഷമാണ്. കാരണം ഞാനൊരു കണ്ണൂരുകാരനാണ്. പക്ഷെ അത് കോഴിക്കോടിനായാലും ഇനി മറ്റൊരു ജില്ലയാണെങ്കിലും ഞാനൊരു കേരളീയൻ എന്ന രീതിയിലും അഭിമാനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു കലോത്സവം 64ാമത് കലോത്സവം അവസാനിക്കുമ്പോൾ കപ്പ്
കണ്ണൂർ കൊണ്ടുവരണം. മാത്രമല്ല ഇതൊരു ഉത്തരവാദിത്ത കലോത്സവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതൊരു പരസ്പരമുള്ള പോരാട്ടങ്ങളുടെ ഒരു ഭൂമിയാക്കിയിട്ട് ഇതിനെ നമുക്ക് കഴിയില്ല. ഇത് കലകൾ കൊണ്ടുള്ള ഒരു സൗഹാർദ്ദത്തിന്റെ ഏകോപനത്തിന്റെ ഒരു അല്ലെ, അങ്ങനെയാണിത്. പിന്നെ എന്തായാലും ആളുകളൊക്കെ വളരെ ആവേശത്തോടു കൂടി ഇങ്ങനെ കടന്നു പോകുമ്പോ നമ്മുടെ മുന്നിലൂടെയൊക്കെ അവര് എന്താ പറയാ ആ കപ്പ് നോക്കി പോവാണ്. കണ്ണൂർ കപ്പ് വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് വ്യക്തിഗത ഇനത്തിൽ സ്കൂളുകളിൽ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും പത്തനംതിട്ട ജില്ലയുടെ പേരും കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് തീർച്ചയായിട്ടും പത്തനംതിട്ടക്കാർക്കും ഗുരുകുലത്തിന് നമ്മൾ പാലക്കാട് BSS ഗുരുകുലമാണ് ഏറ്റവും കൂടുതൽ 13ാമത്തെ തവണ ഏറ്റവും മികച്ച സ്കൂളിലുള്ള കലോത്സവ കപ്പ് സ്വന്തമാക്കിയത് പാലക്കാടിന്റെ സ്വന്തം ഗുരുകുലമാണ്. അത് നമുക്ക് അതിലേറെ അഭിമാനമുള്ള ഒരു കാര്യമാണല്ലോ. ഏറ്റവും കൂടുതൽ നമ്മളെ വാർത്തകൾ എടുക്കുകയൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ള ഈ ഗുരുകുലം തീർച്ചയായിട്ടും. അല്ല, എന്തായാലും നമുക്ക് നമ്മുടെ ഒരു ഈ കലോത്സവം വളരെ ഭംഗിയായിട്ട് റിപ്പോർട്ട് ചെയ്ത രേണുകയുണ്ട് ഇവിടെ. രേണുകയെ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിക്കാം. രേണുക കഴിഞ്ഞ 5 ദിവസങ്ങളിലും കേരള വിഷൻ ന്യൂസിന് വേണ്ടി രേണുക എന്തായാലും ഗംഭീരമായി തന്നെ കലോത്സവം റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. രേണുക, ഈ 5 ദിവസത്തെ കലോത്സവത്തിന്റെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? കലോത്സവത്തിന്റെ 5 ദിവസത്തെ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ ഗംഭീരമായിരുന്നു. രാവിലത്തെ ലൈവാണ് എനിക്കും കാളിദാസനും എന്റെ ആങ്കറിംഗ് പാർട്ണറായ കാളിദാസനും എനിക്ക് രാവിലത്തെ ലൈവ്. പിന്നെ അതോടൊപ്പം തന്നെ ചില ഡെഫുകൾ ചെയ്യാൻ പറ്റി. വൈകിട്ട് ഗംഭീരമാക്കി എന്ന് വേണം പറയാം. കാരണം ഒരൊറ്റ നിപ്പാണ് നമ്മളിപ്പോൾ 3 മണിക്ക് തുടങ്ങിയ രാത്രി 9 വരെ, അല്ലെങ്കിൽ 5 മണിക്ക് തുടങ്ങിയ രാത്രി 10 മണി വരെ ഒരൊറ്റ നിപ്പിൽ നമ്മൾ വെള്ളം പോലും കുടിക്കാതെ ഗംഭീരമാക്കാൻ കഴിഞ്ഞത്. കാരണം ഇവിടുന്ന് കിട്ടിയൊരു എനർജിയാണ്, ഇവിടുത്തെ പെർഫോമൻസ് എനർജി വെച്ചിട്ടാണ് നമുക്കത് നല്ലോണം അത്രയും നേരം നമുക്കത് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. 9:30 നമുക്ക് ചവിട്ടി നിർത്താന്ന് പറഞ്ഞാലും 10 മണി വരെ ഇവിടെ ആൾക്കാരുണ്ട്. അതെ, അത് ജനങ്ങളുടെ ആവേശമാണ്. ഇതാ പിന്നെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആവേശം നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഇവിടെ എല്ലാം തന്നെ ആളുകൾ തടിച്ചുകൂടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. കാരണം തൃശ്ശൂരിന്റെ ഒരു പ്രത്യേകത, തൃശ്ശൂരുകാര് പൊതുവെ കലയെ അല്ലെങ്കിൽ മറ്റ് സാംസ്കാരിക മേഖലകളെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ആളുകളാണ് തൃശ്ശൂരുകാരെന്നുള്ളത്. ആ സ്നേഹം നമ്മൾ കൃത്യമായിട്ട് കണ്ടു. മാത്രമല്ല മറ്റു പുറത്തുനിന്ന് വന്ന ജില്ലക്കാർ ഈ തൃശ്ശൂരിന്റെ ഒരു സാംസ്കാരിക പാരമ്പര്യമുണ്ട്. ആ സാംസ്കാരിക പാരമ്പര്യത്തിൽ കൃത്യമായിട്ട് അവർ പങ്കാളികളാവുന്ന ഇത് കണ്ടു. നല്ലൊരു ആതിഥേയരായിട്ട് തൃശ്ശൂരുകാർ മാറുന്നത് കണ്ടു. എല്ലാം കൊണ്ടും തൃശ്ശൂരിന്റെ കലോത്സവം ഏറ്റവും മികച്ച കലോത്സവങ്ങളിലൊന്നായി മാറ്റുന്നത് ഈ ഒരു ഘടകങ്ങളൊക്കെ കൊണ്ടാണ്. തീർച്ചയായും. പ്രത്യേകിച്ച് തൃശ്ശൂരിന്റെ മക്കൾ അല്ലെങ്കിൽ ഈ 14 ജില്ലയിലെ ആൾക്കാരും ഒത്തുകൂടി തൃശ്ശൂരിൽ വരുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ. ഈ 13 ജില്ലയും ഒറ്റടിക്ക് തൃശ്ശൂരിലോട്ട് വരുമ്പോൾ അത് 14 ജില്ലയായിട്ട് അങ്ങ് ഫോം ആവുകയാണ്. അവിടെ പല ഭാഷകൾ അല്ലെങ്കിൽ പല നമുക്ക് കലകൾ, ടോണുകൾ, അങ്ങനെ അതെ വൈവിധ്യങ്ങളും കൊണ്ടങ്ങ് വേറിട്ട് നിൽക്കുന്ന ഒരു കലോത്സവം തന്നെയായിരുന്നു ഇന്നുകൊണ്ടും, അല്ലേ ജോസഫേ? തീർച്ചയായും. ഒരു കാര്യമേ, ഇവര് രണ്ടുപേരും റിയാസിക്ക് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. വിജിതയും മറ്റേ ജോസഫും ഒക്കെ അവരുടെ ജില്ലയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് രേണുകയുടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആത്മവിശ്വാസം കൂടി. കാരണം എന്താ, വ്യക്തിഗത ഇനങ്ങളിൽ നമ്മൾ ഹൈസ്കൂൾ നമ്മൾ തൊട്ട് പിന്നിലുണ്ട്. മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ കിടങ്ങന്നൂര് SIG ഹൈസ്കൂളും പിന്നെ നായർ സമാജ സ്കൂളും പിന്നെ മർത്തോമ ഹൈസ്കൂളും ഒപ്പത്തിനൊപ്പം പത്തനംതിട്ട ജില്ലാ ഹയർ സെക്കൻഡറിയിലും പിന്നെ ഹൈസ്കൂൾ വിഭാഗത്തിലും 1, 2, 3 സ്ഥാനങ്ങൾ കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടേണ്ടി വന്നു. അടുത്ത സ്കൂൾ കലോത്സവത്തിൽ നമ്മൾ കപ്പടിക്കും. പ്രസാദ്, നമുക്ക് നമ്മുടെ ഒരു ഇത്തവണത്തെ കലോത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പറയാൻ പറ്റും. വഞ്ചിപ്പാട്ട് നമ്മുടെയാണ്, നമുക്ക് കുറച്ചും കൂടെ അവകാശപ്പെടാൻ പറ്റും. കാരണം ആറന്മുള എന്ന് പറയുമ്പോൾ തന്നെ വഞ്ചിപ്പാട്ടും ആ സദ്യ കഴിക്കണേൽ ആ വഞ്ചിപ്പാട്ട് പാടിയിരിക്കണം. അത് വേറെ ഒരു സ്ഥലത്തും കാണാത്ത ഒരു ഐതിഹ്യവും ഒരു ചരിത്രമാണ്. ജോസഫിന് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാൻ ഇങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ട്. എന്താ ജോസഫേ? അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന കാസർഗോഡാണെന്ന് എല്ലാവർക്കും അറിയാം. ആ കാസർഗോഡ് ഈ കലോത്സവ വേദിയിൽ 2 ചരിത്രപരമായ സംഭവങ്ങൾ. അതെ. ഈ കലോത്സവം ഓർമ്മിക്കുന്നത്, അത് പ്രേക്ഷകരോട് പറയാം. എന്തായാലും ഈ കലോത്സവം ഓർമ്മിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ കാസർഗോഡിന്റെ പേരിൽ കൂടിയാണ്. കാസർഗോഡ് ജിയ ഫാത്തിമ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ പേരിൽ കൂടിയാണ്. തീർച്ചയായും അതെ. കാരണം കലോത്സവ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മത്സരാർത്ഥി ഓൺലൈനിലൂടെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് ജിയ ഫാത്തിമയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാക്കിയൊക്കെ ജോസഫ് പറയട്ടെ. ജോസഫ് ആണല്ലോ കാസർഗോഡ് ബ്യൂറോയുടെ ചുമതലക്കാരൻ. അതായത് ഏറ്റവും ആ കുട്ടിക്ക് ഒരുപക്ഷെ ഇത്തരത്തിലൊരു അവസരം ഉണ്ടായില്ലെങ്കിൽ അത് മാനസികമായിട്ട് വളരെയേറെ പ്രയാസം ജനിപ്പിക്കുമായിരുന്നു. പക്ഷേ ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. അത് മുന്നോട്ടുള്ള മാറ്റങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമാകുമെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ആളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും കാലമായി ഈ സ്വർണ്ണക്കപ്പിന്റെ പ്രയാണം
ഈ വടക്ക് മുതൽ തെക്ക് വരെ നടത്താറുണ്ട്. പക്ഷെ ചന്ദ്രഗിരി പാലത്തിന് ഇപ്പുറത്തോട്ടാണ് ഇന്നേ വരെ ഈ സ്വർണ്ണക്കപ്പ് പ്രയാണം നടത്തിയിട്ടുള്ളത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നാണ് സാധാരണ എല്ലാ യാത്രകളും തുടങ്ങാറുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളാണേലും സാമുദായിക സംഘടനകളാണെങ്കിലും തുടങ്ങുന്നത് മൊത്തം ഈ മഞ്ചേശ്വരത്തിൽ നിന്നാണ്. പക്ഷെ ഒരു തവണ പോലും മഞ്ചേശ്വരത്തിൽ നിന്ന് ഇതുവരെയും സ്വർണ്ണക്കപ്പ് പ്രയാണം തുടങ്ങിയിട്ടില്ല. ഇത്തവണ ആദ്യമായിട്ടാണ് തുളുനാട്ടിൽ നിന്ന് സ്വർണ്ണക്കപ്പിന്റെ പ്രയാണം തുടങ്ങുന്ന അങ്ങനെ ഒരു ചരിത്രം കൂടി ഈ കലോത്സവത്തോടു കൂടി തുടക്കം കുറിക്കുകയാണ്. ജോസഫിന് മാത്രമല്ല, ജോസഫിനും ഈ കാസർഗോഡുകാർക്കൊക്കെ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യമാണ്. തൃശ്ശൂരാണ് സ്കൂൾ കലോത്സവം നടന്നതെങ്കിലും ഒന്ന് ഈ സ്വർണ്ണക്കപ്പിന്റെ പ്രയാണം മഞ്ചേശ്വരം മുതൽ ഇങ്ങോട്ടേക്ക് നടക്കുന്നു എന്നുള്ളത്, മറ്റൊന്ന് സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു കാര്യം സിയ ഫാത്തിമയുടെ ഒരു പങ്കാളിത്തം തന്നെയാണ്. നമുക്കറിയാം സിയ ഫാത്തിമ എന്ന് പറയുന്ന ആ കുട്ടി വളരെ എന്താ പറയാ തന്മയത്വത്തോടുകൂടി കാര്യങ്ങൾ എന്താ പറയാ ആ മത്സരത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അല്ലെ. അറബിക് പോസ്റ്റർ രചനാ മത്സരമാണ് എന്നാണ് ഞാൻ മനസ്സിലായത്. അതെ, അറബിക് പോസ്റ്റർ രചനാ മത്സരം. ഒരു അപൂർവ രോഗം ബാധിച്ചാണ് കുട്ടി ഇത്തരത്തിൽ അവസ്ഥ. അതെ, എനിക്കൊന്ന് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കലോത്സവ വേദിയിൽ തന്നെ ആദ്യമായിട്ട് ഇങ്ങനൊരു വിപ്ലവം സൃഷ്ടിച്ചു. നമ്മുടെ ജോസഫ് പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടൊരു പുതിയ തുടക്കമാണ്. ഇനി വരുന്ന ദിവസങ്ങളിലും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കലോത്സവത്തിലും ഇത്തരം ഒരു സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു വെർച്വൽ തീരുമാനം കൂടിയായിരുന്നു എന്നുള്ളതാണ്. ഒരു മികച്ചൊരു തീരുമാനമായിരുന്നു. ഇനിയുമുള്ള കലോത്സവങ്ങളിൽ ഇങ്ങനെ അവസരങ്ങൾ ഒരിക്കലും നിഷേധിക്കപ്പെടാൻ പാടില്ലല്ലോ. കഴിവുള്ളവർക്ക് അത് കൃത്യമായിട്ട് എത്തുക എന്നുള്ളതാണ്. കഴിവ് തെളിയിക്കാൻ എവിടെയാണെങ്കിലും വേദി ഒരുക്കുക എന്നുള്ളത് ആ ഒരു തീരുമാനം മനോഹരമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു. അതുപോലെ തന്നെ വി ശിവൻകുട്ടി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ അദ്ദേഹം അത് വിശദീകരിച്ച് അത് എഴുതിയിട്ടുണ്ട്. അതിൽ മനോഹരമായ ഒരു തീരുമാനമാണ്, നല്ലൊരു തുടക്കമാണ് ഇനി വരുന്ന തലമുറകൾക്ക്, അല്ലെങ്കിൽ അതൊരു വലിയൊരു പ്രചോദനം എന്ന് വേണം തന്നെ പറയാൻ അല്ലേ. തീർച്ചയായും. അല്ല, ഇനിയിപ്പോ വരുന്ന കലോത്സവം 65ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണ് ഇനി വരാൻ പോകുന്നത്. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് അല്ല, അത് പ്രഖ്യാപിക്കൽ പിന്നീടാണ്. കാരണം ഇനിയിപ്പോ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് പുതിയ സർക്കാരൊക്കെ അധികാരത്തിൽ വന്നതിന് ശേഷമായിരിക്കും എവിടെയായിരിക്കും കലോത്സവം നടക്കുക എന്നുള്ളത്. എന്തായാലും ഒരു വടക്കൻ മേഖലയിലേക്കായിരിക്കും സ്വാഭാവികമായിട്ടും കലോത്സവം പോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ 2 കലോത്സവങ്ങൾ തെക്കായിരുന്നു, കൊല്ലത്തും തിരുവനന്തപുരത്തുമായിരുന്നു. അതിന് മുന്നേ കോഴിക്കോടായിരുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ മധ്യകേരളത്തിൽ വന്നു, തൃശ്ശൂർ വന്നു. ഇനിയിപ്പോൾ ഒന്നുകിൽ എറണാകുളമാകാം, അല്ലെങ്കിൽ ഇനിയും മധ്യകേരളത്തിൽ വരുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് പുതിയ സർക്കാരിന്റെ തീരുമാനമാണ്. പക്ഷേ ഇനിയൊരു സാധ്യത നമുക്ക് പറയാവുന്നത് അത് കണ്ണൂർ അല്ലെങ്കിൽ കോഴിക്കോടൊക്കെ ആയിരിക്കും എന്നുള്ളത് ഒരു ചുമ്മാ ഒരു സാധ്യത പറയാതെ. അപ്പോൾ സ്വാഭാവികമായിട്ട് സാധ്യത അല്ലാത്ത മറ്റൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ കണ്ണൂരിൽ ഓൾറെഡി ആഘോഷം തുടങ്ങി. അല്ല, കണ്ണൂരിൽ ആഘോഷം തുടങ്ങി. അത് കണ്ണൂരിന്റെ ആഘോഷം അറിഞ്ഞപ്പോഴേ കണ്ണൂരിൽ അവിടെ ആഘോഷം തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് കാര്യം. അല്ല, എന്റെ ഫോണിന്റെ സ്റ്റാറ്റസുകൾ എടുത്തു നോക്കുന്ന സമയത്ത് ഫോണിന്റെ സ്റ്റാറ്റസ് നമ്മൾ സിമ്പിൾ എടുത്ത് നോക്കുമ്പോൾ കണ്ണൂരുകാരൊക്കെ വലിയ ആവേശത്തിലാണ്. നമ്മൾ തൂക്കി, നമ്മൾ കപ്പടിച്ചു, നമ്മൾ അടിച്ചു എന്നുള്ള ആവേശത്തിലാണ് കണ്ണൂരുകാരുള്ളത്. കാരണം അതിനുള്ള ഒരു അവകാശം അവർക്കുണ്ടേ. കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് അധ്വാനിച്ചു എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമല്ല. കാരണം പിന്നെ റിയാസും ജോസഫും വിജിതയും ഒക്കെ പോയപ്പോഴത്തേക്കിന് ഏറ്റവും കൂടുതൽ ഈ വ്യക്തിഗത ഇനങ്ങളിലൊക്കെ പങ്കെടുത്ത മോണാക്ട് മിമിക്രിയിലൊക്കെ വളരെയധികം പുതുമയുണ്ടായിരുന്നു അല്ലെ. ആനുകാലിക വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മറ്റ് സംസ്ഥാന കലോത്സവങ്ങളിൽ നിന്നും മിമിക്രി ആണെങ്കിലും മോണാക്ട് ആണെങ്കിലും വ്യക്തിഗത ഇനങ്ങളിലൊക്കെ വ്യത്യസ്തത കൊണ്ട് സമ്പന്നമായ ഒരു കലോത്സവമായിരുന്നു തൃശ്ശൂർ എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ഇതിനകത്ത് ഗോത്രവിഭാഗങ്ങളുടെ മത്സരങ്ങൾ കൃത്യമായി ഒരു ഉൾപ്പെടുത്തപ്പെടുന്നു. ഗോത്രവിഭാഗങ്ങൾക്ക് കൃത്യമായ പരിഗണന കിട്ടുന്നു. ഏറ്റവും കൂടുതൽ ആ ഗോത്രവിഭാഗങ്ങളുടെ മത്സരങ്ങൾ കൈകാര്യം ചെയ്ത ഒരാൾ നമ്മുടെ ജോസഫാണ്. ജോസഫ് എപ്പറ. അതായത് ഈ ഗോത്ര വിഭാഗം കൂടുതലായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഈ കലോത്സവത്തിൽ സാധിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അതായത് മംഗലം കളി എന്ന് പറയുന്നത് കാസർഗോഡിന്റെ തനത് ഗോത്ര കലാരൂപമാണ്. പക്ഷെ ആ മംഗലം കളി അതിനേക്കാൾ ഉപരിയായി, അതിനേക്കാൾ മനോഹരമായി മറ്റു ജില്ലക്കാർ ഇതിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതായത് ഒരു കല അത് അതിർത്തികൾ ഭേദിക്കുന്നു, അത് മതിൽക്കെട്ടുകൾ തകർക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അതാണ്. കാരണം ഇതാ കപ്പിങ്ങനെ വരുന്നുണ്ട്, കപ്പിങ്ങനെ ആവേശം. അപ്പോ എന്താ പറയാ, നമ്മളത് കൃത്യമായിട്ട് അവരുടെ ഒരു ആവേശം കൂടി ഇവിടെ പ്രതിഫലിപ്പിക്കണം എന്നുള്ളതാണ്. ആ ആവേശം കൂടി ഒന്ന് പ്രതിഫലിപ്പിക്കാൻ സനോജേട്ട ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇവിടെ പുറത്തുകൂടി അവർക്ക് കൂടി കേൾക്കാവുന്ന രീതിയിൽ ഈ ആവേശം ഒന്ന് പ്രതിഫലിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇതാ സ്വർണ്ണക്കപ്പുമായി എത്തിയിരിക്കുകയാണ് ആ കുട്ടികൾ, തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു. അവര് ആ കുട്ടികൾ അവരുടെ ഒരു ആവേശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുറച്ചപ്പുറത്ത് അവരിങ്ങനെ റൗണ്ട് ചുറ്റി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. സ്വർണ്ണക്കപ്പ് ഇങ്ങനെ പതിയെ വരുന്നുണ്ട്. എന്തായാലും അതെ ഉണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ട് എന്നുള്ളത്.
തീർച്ചയായിട്ടും എന്തായാലും ഇതാ സ്വർണ്ണക്കപ്പ് അല്പസമയത്ത് ആവേശകരമായിട്ട് ഇങ്ങനെ ഇതാ ഈ പാട്ട് ഇങ്ങനെ പോകുന്നത് ആ പാട്ട് ഇതിന്റെ ഒരു രോമാഞ്ചം ഉണ്ടാവും. അതെ അതെ ആർക്കും കളിക്കാം കണ്ണൂരിന്റെ ഡാൻസ് ആർക്കും കളിക്കാം ഒരു എൻജോയ്മെന്റ് ആണ് ഇവിടെ. ഒരു തരത്തിലുള്ള വകഭേദങ്ങളുള്ള നമ്മളെല്ലാവരും അടിച്ചു പൊളിക്കുന്നു, അത്രേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ ആവേശമാണ് ആ കപ്പ്. ആ കപ്പ് ഇങ്ങോട്ട് വരുമ്പോ നമുക്കും ആവേശമാണ്. കാരണം 14 ജില്ലയും കൂടെ കളിക്കാൻ പോകുകയാണ്. എന്തായാലും കപ്പ് ഇങ്ങോട്ട് കഴിയുമ്പോ 14 ജില്ലയുടെ ഒരു ആഘോഷമാണ് ഇവിടെ കാണുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 117.5 പവൻ സ്വർണത്തിന്റെ കപ്പാണ് വരുന്നത്. ആ കപ്പിന്റെ ജേതാക്കളെ ഇവിടെ കപ്പ് വരുമ്പോൾ നമുക്ക് തന്നെ കാണുമ്പോൾ എന്ത് രസമാണല്ലേ. ആവേശമാണ് സത്യം പറഞ്ഞാൽ. 64ാമത് കലോത്സവം അവസാനിക്കുമ്പോൾ ആ ഒരു ആവേശം കൂടുകയാണ്. ഈ ഒരു ആവേശം നമുക്ക് ഇങ്ങനെ മനസ്സിലാകുന്നതന്നെയാണ് ഈ പാട്ടിനൊപ്പം തന്നെ. അതിനോടൊപ്പം തന്നെ നമുക്ക് ചൂട് വിൽക്കണമെന്നുണ്ട്. ആളുകൾ ഇങ്ങനെ ആവേശം കൊണ്ട് ഇങ്ങനെ പോവാ അല്ലേ. കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ കുറച്ചുകൂടി ആഘോഷം കൂടും. ഡാൻസ് ആവും, പാട്ടാവും, ഓണാവും. കണ്ണൂരിന്റെ ഒരു ആവേശം ഇങ്ങനെ ഈ പാട്ടിലെല്ലാം പഴശ്ശി എന്ന് പറയുന്ന കണ്ണൂരിന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഭാസ്കരൻ പാട്ടിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഏഴിമല, മുത്തപ്പൻ, അങ്ങനെ കണ്ണൂരിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇനി കണ്ണൂരിന്റെ ചരിത്രത്തിൽ ഒരു പ്രത്യേകത കൂടി അടയാളപ്പെടുത്തുകയാണ്. അത് ഇതാണ് 64ാമത് കലോത്സവത്തിലെ കപ്പ്. പ്രത്യേകതയാണത്. എന്തായാലും തകർത്തൂല്ലേ? അത് ഗംഭീരമായി തകർത്തു എന്നുള്ളതാണ്. കാരണം ഈ പാട്ട് വളരെ ഗംഭീരമായി, കണ്ണൂരിനെ കുറിച്ചുള്ള പാട്ടാണ്. വളരെ മനോഹരമായ ഗാനമാണ് നമ്മളിപ്പോ കേട്ടത്. അങ്ങനെ കണ്ണൂരിന്റെ ഒരു വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോ അത് അവരിങ്ങനെ അവരുടെ ആ റൗണ്ട് ചുറ്റി ഇങ്ങനെ പതിയെ വരികയാണ്. ആ വരുന്നതേ ഉള്ളൂ അവര്. എന്തായാലും ഓരോ കൈകളിലൂടെ ആ 117.5 പവന്റെ സ്വർണ്ണക്കപ്പ് ആ കുളമാറ്റി കഴിയുമ്പോഴത്തേനും ഈ ലക്ഷക്കാവിലാകട്ടെ ആ ഗജമീൻ മറ്റേ ഈ പാറമക്കാവിലാകട്ടെ അവിടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നവരും ഉണ്ടല്ലോ. ആ കിടന്നങ്ങോട്ട് എത്തി ആ കൊമ്പൊക്കെ അങ്ങോട്ട് വീശി അങ്ങോട്ട്